നമസ്കാരം സുഹൃത്തുക്കളെ, പോസിറ്റീവ് ടോക്സ് എന്ന നിങ്ങളുടെ സ്വന്തം ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഞാനിന്ന് നിങ്ങളുടെ മുന്നിൽ ഓഡിയോ ക്ലാസ്സുമായി വരുന്നത് ഞാൻ വലിയ ഒരു പണ്ഡിതനോ ഒന്നുമായിട്ടല്ല, മറിച്ച് നിങ്ങളുടെ നല്ലൊരു സുഹൃത്തായിട്ടാണ്. കുറച്ചു വർഷം മുന്നേ എൻ്റെ ജീവിതത്തിൽ എനിക്ക് സംഭവിച്ച ആങ്സൈറ്റി പ്രശ്നത്തിൽ നിന്നുമാണ് ഞാൻ എന്നെ മനസ്സിലാക്കുന്നതും അതുപോലെ മനസ്സെന്ന അതീവ ശക്തിയുള്ള ആ അത്ഭുതത്തെ തിരിച്ചറിയുന്നതും. എൻ്റെ ജീവിതത്തിൽ ആകസ്മികമായി ഉണ്ടായ ഒരു സംഭവത്തിൽ ഞാൻ പെട്ടെന്ന് പരിഭ്രമിച്ചു. വല്ലാതെ ഇരിക്കുന്ന അവസ്ഥയിൽ പല കൗൺസിലിങ്ങിനും പോയി. ചില സ്ഥലത്തു നിന്നും എനിക്ക് നല്ല അനുഭവങ്ങൾ ഉണ്ടായി. എങ്കിലും ചില സ്ഥലങ്ങളിൽ നിന്നും എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് അവർ നമ്മെ നോക്കിക്കാണുന്നത് വേറൊരു രീതിയിലാണെന്നാണ്. ഇത് എൻ്റെ മാത്രം അഭിപ്രായമാണ്. പക്ഷേ ഞാൻ അങ്ങനെ ആർക്കു മുന്നിലും തോൽക്കാൻ തയ്യാറായില്ല. എൻ്റെ പ്രശ്നം എന്താണെന്ന് ഞാൻ കണ്ടെത്താനുള്ള എൻ്റെ ശ്രമം അവിടെ നിന്നും ഞാൻ തുടങ്ങി. കാരണം എനിക്കറിയാമായിരുന്നു ഞാൻ ഇങ്ങനെ വിഷമിച്ച് ജീവിക്കേണ്ട ഒരാളല്ല എന്ന്. ഞാൻ മനസ്സിനെക്കുറിച്ച് കൂടുതൽ പഠിക്കാൻ തുടങ്ങി. കൂടുതൽ വായനയിൽ കൂടി മനസ്സിൻ്റെ വിവിധ മേഖലകളെക്കുറിച്ച് പഠിച്ചു. അതിൽ നിന്നും പല പ്രധാനപ്പെട്ട കാര്യങ്ങളും ഞാൻ പഠിച്ചു. മുന്നേ ശരീരത്തിൽ അസുഖം വരുന്നത് പോലെ തന്നെയാണ് എന്തോ സംഭവിക്കുന്നത് കൊണ്ടാണ് മനഃശക്തി കുറയുന്നത് എന്നാണ് ഞാൻ ധരിച്ചു വച്ചിരുന്നത്. എന്നാൽ നമ്മുടെ ഈ പ്രശ്നങ്ങൾക്കൊക്കെ കാരണം ഉപബോധ മനസ്സിൻ്റെ ആ അത്ഭുത ശക്തിയാണെന്ന് ഞാൻ മനസ്സിലാക്കി. അങ്ങനെ ഞാൻ വായിച്ച് മനസ്സിലാക്കിയതിൽ എന്നെ മുന്നോട്ട് നയിച്ച ഒരു വാക്ക് ഉണ്ടായിരുന്നു. ആ വാക്കിതാണ്: നിങ്ങളുടെ ഉപബോധ മനസ്സിന് എത്ര മുറിവേറ്റ മനസ്സിനെയും തകർന്ന ഹൃദയത്തെയും സുഖപ്പെടുത്തുവാനുള്ള അത്ഭുത ശക്തിയുണ്ട്. ഈ വാക്ക് എൻ്റെ ഉള്ളിൽ മുഴങ്ങിക്കൊണ്ടേയിരുന്നു. ഞാൻ മനസ്സിലാക്കി, എന്നിലുണ്ടായ ആങ്സൈറ്റി എനിക്ക് പെട്ടെന്നൊരു ദിവസം ഉണ്ടായതല്ല. എപ്പോഴൊക്കെയോ ഞാൻ അഗാധമായി ചിന്തിച്ചു കൂട്ടിയ കാര്യങ്ങളാണ് ഇങ്ങനെ ആവാൻ കാരണമെന്ന്. അന്ന് ഞാൻ ഒരു തീരുമാനമെടുത്തു. കുറേ നാൾ മോശം കാര്യങ്ങൾ ചിന്തിച്ചു കൂട്ടി മനസ്സ് നശിപ്പിച്ചെങ്കിൽ ഇനി വരുന്ന 21 ദിവസം ഞാൻ നല്ല കാര്യം മാത്രം ചിന്തിക്കും. എപ്പോഴൊക്കെ നെഗറ്റീവ് ചിന്ത വരുന്നുണ്ടോ അപ്പോഴൊക്കെ ഞാൻ മാറ്റി ചിന്തിക്കാൻ തുടങ്ങുമെന്ന്. ഒരു ഡയറി വാങ്ങി ഞാൻ എഴുതാൻ തുടങ്ങി. എഴുതുന്ന സമയത്ത് എന്നിൽ ഒരു മാറ്റവുമില്ലെന്ന് എനിക്ക് നന്നായി അറിയാമായിരുന്നു. പക്ഷെ ഞാൻ ശ്രമം തുടർന്നു. ഒരു ദിവസം എൻ്റെ മാറ്റം തുടങ്ങുമെന്ന് എനിക്ക് നന്നായി അറിയാമായിരുന്നു. ഡയറിയിൽ ഞാൻ സന്തോഷവാനാണ്, ഞാൻ ആരോഗ്യവാനാണ്, ഞാൻ ധൈര്യശാലിയാണ് എന്ന് തുടങ്ങി നമുക്ക് പോസിറ്റീവായി എന്തൊക്കെ എഴുതാൻ പറ്റുമോ അതൊക്കെ ചെയ്തു. ഒരു മാസം കൊണ്ട് ഞാൻ പതിയെ മാറുന്നത് എനിക്ക് തന്നെ മനസ്സിലാക്കാൻ സാധിച്ചു. സുഹൃത്തേ, അന്ന് വരെ എൻ്റെ ശത്രുവായി കണ്ട എന്നെ എന്തിന് ഇങ്ങനെ ആക്കി എന്ന് സ്വയം പറഞ്ഞ് സങ്കടപ്പെട്ട എൻ്റെ മനസ്സിനെ ഞാൻ പതിയെ സ്നേഹിക്കാൻ തുടങ്ങി. രാവിലെ ഒരു 5 മിനിറ്റ് മാത്രം ശ്വാസത്തിൽ ശ്രദ്ധിച്ചിരിക്കാൻ തുടങ്ങി. ആദ്യമൊക്കെ കടുപ്പമായിരുന്നു കാര്യങ്ങൾ. എന്നാൽ പതിയെ എല്ലാം എൻ്റെ നിയന്ത്രണത്തിലേക്ക് വന്നു. കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ എൻ്റെ ഏറ്റവും നല്ല സുഹൃത്തായി എൻ്റെ ഉപബോധ മനസ്സ് മാറിക്കഴിഞ്ഞു. എനിക്ക് വരുന്ന എന്ത് സംശയവും പരിഹരിച്ചു തരുന്ന ആളായി ഉപബോധ മനസ്സിന് മാറാൻ കഴിഞ്ഞു. എൻ്റെ ആങ്സൈറ്റിയെ എൻ്റെ നിയന്ത്രണത്തിൽ കൊണ്ടുവരാൻ എനിക്ക് കഴിഞ്ഞു. സുഹൃത്തുക്കളെ, ഞാനൊരു കാര്യം നിങ്ങളോട് പറയാം. ഈ ഒരു അവസ്ഥ, ആങ്സൈറ്റി അല്ലെങ്കിൽ ഡിപ്രഷൻ അനുഭവിച്ചവർക്ക് അല്ലാതെ അത് പറഞ്ഞാൽ പുറമേയുള്ള ഒരാൾക്കും മനസ്സിലാവില്ല. എന്തിന് സുഹൃത്തുക്കൾക്കോ ബന്ധുക്കൾക്കോ പോലും അതിന് കഴിയില്ല. അതിനാൽ ഈ അവസ്ഥ കൂടുതൽ ആളുകളോട് പറയാതെ ഇതിനെ എങ്ങനെ പരിഹരിക്കാം എന്നാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്.
ആരോടും പറയാതിരിക്കണം എന്നല്ല ഞാൻ പറഞ്ഞത്. ഏറ്റവും അടുത്ത് മനസ്സിലാക്കുന്ന ഒന്നോ രണ്ടോ സുഹൃത്തുക്കളുണ്ടാവും, അവരോട് പറയുന്നതിൽ ഒരു തെറ്റില്ല. പക്ഷെ കൂടുതൽ ആൾക്കാരോട് ഷെയർ ചെയ്യാതിരിക്കുക. നിങ്ങൾ അതിനെ എങ്ങനെ പരിഹരിക്കാം എന്നാണ് കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്. കഠിനമായി ശ്രമിച്ചാൽ നമുക്ക് ഇതിനെ മാറ്റിയെടുക്കാവുന്നതാണ്. ആദ്യം നിങ്ങൾ നിങ്ങളിൽ വിശ്വസിക്കുക. നിങ്ങൾക്ക് എന്തും ചെയ്യാനാകും എന്ന്. നിങ്ങൾ വളരെ ശാന്തനും എന്നാൽ ഊർജ്ജസ്വലൻ ആണെന്നും മനസ്സിൽ എപ്പോഴും ഉറപ്പുവരുത്തുക. മാറ്റത്തിനുള്ള തയ്യാറെടുപ്പിൽ നിങ്ങൾക്ക് അല്പം കഠിനമാണെന്ന് തോന്നിയേക്കാം. പക്ഷേ എന്നെ വിശ്വസിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാർ, ശ്രമം ഉപേക്ഷിക്കരുതേ. നിങ്ങളുടെ ഏത് കൈക്കാണോ സ്വാധീനം കൂടുതൽ, ആ കൈ കൊണ്ട് നിങ്ങൾ നിങ്ങളുടെ പുരികത്തിനു മേലെ, രണ്ട് പുരികത്തിനു മേലെ 2 വിരലുകൾ കൊണ്ട് ടാപ്പ് ചെയ്യുക. 2 ഭാഗത്തും ചെയ്യുക. കണ്ണിന് താഴെയും, 2 കണ്ണിൻ്റെ താഴെയും, മൂക്കിന് താഴെയും, ചുണ്ടിന് താഴെയും ചെയ്യുക. ടാപ്പിംഗ് ചെയ്യുന്ന സമയത്ത് സ്വയം മനസ്സിനോട് പറയുക, ഞാൻ എന്നെ അംഗീകരിക്കുന്നു, പൂർണ്ണമായും അംഗീകരിക്കുന്നു എന്ന്. തുടർന്നുള്ള 5 മിനിറ്റ് ടാപ്പിംഗ് ചെയ്യുമ്പോൾ നിങ്ങളുടെ പ്രശ്നങ്ങൾ മനസ്സിൽ പറഞ്ഞുകൊണ്ട് ടാപ്പ് ചെയ്യുക. ഇതുപോലെ നെറ്റിയിലും കണ്ണിൻ്റെ പുരികത്തിന് താഴെയും മൂക്കിന് താഴെയും ചുണ്ടിന് താഴെയും തന്നെയാണ് ചെയ്യേണ്ടത്. പിന്നീടുള്ള 5 മിനിറ്റ് നിങ്ങളുടെ പ്രശ്നങ്ങൾ പറഞ്ഞതുകൊണ്ട് ടാപ്പ് ചെയ്യുക. അടുത്തു വരുന്ന 5 മിനിറ്റ് ആ പ്രശ്നത്തിന് നിങ്ങൾ തന്നെ പരിഹാരം കണ്ടെത്തുന്നതായി, നിങ്ങൾ പുതിയ ഒരാളായി മാറിയതായും മനസ്സിൽ പറഞ്ഞുകൊണ്ട് ടാപ്പ് ചെയ്യുക. അതായത് നിങ്ങൾ പറയുക, എനിക്ക് ഇങ്ങനെയൊക്കെയുള്ള ബുദ്ധിമുട്ടുകളുണ്ടെന്ന് എനിക്ക് നന്നായി അറിയാം, പക്ഷേ ഞാൻ ഇതിൽ നിന്നും മാറാൻ തയ്യാറാണ്, ഞാൻ ഓരോ നിമിഷവും മാറിക്കൊണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞ് ടാപ്പ് ചെയ്യുക. ഇത് നിങ്ങളിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരും. സുഹൃത്തെ, തകർച്ച എന്നത് ഒരു അവസാനമല്ല. ഒരു പാത്രം ഉടഞ്ഞാൽ നമ്മൾ അത് എറിഞ്ഞു കളയും. എന്നാൽ ജപ്പാനിൽ കിൻസുഗി എന്നൊരു കലയുണ്ട്. പൊട്ടിയ പാത്രങ്ങൾ സ്വർണം ഉപയോഗിച്ച് അവർ ഒട്ടിച്ചു ചേർക്കും. അപ്പോൾ ആ പാത്രം പഴയതിനേക്കാൾ ഭംഗിയും മൂല്യവും ഉള്ളതാകും. നമ്മുടെ മനസ്സും അതുപോലെയാണ്. തകർച്ചകൾ നിങ്ങളെ ഇല്ലാതാക്കാനല്ല, മറിച്ച് നിങ്ങളെ കൂടുതൽ കരുത്തരാക്കാൻ വരുന്നതാണ്. നിങ്ങൾക്ക് കരച്ചിൽ വരുന്നുണ്ടെങ്കിൽ മടിക്കാതെ പൊട്ടിക്കരയുക. അത് നിങ്ങൾ ബലഹീനർ ആയതുകൊണ്ടല്ല, മറിച്ച് നിങ്ങളുടെ മനസ്സിനെ കഴുകി വൃത്തിയാക്കുന്ന ജോലിയാണത് ചെയ്യുന്നത്. ധൈര്യമായി നിങ്ങൾ മുന്നോട്ട് പോവുക. കൂട്ടുകാരെ, നിങ്ങൾ ഒറ്റയ്ക്കല്ല, നിങ്ങൾക്ക് ചുറ്റും പ്രകാശമുണ്ട്. ആ പ്രകാശത്തിലേക്ക് ഒരു ചുവട് വയ്ക്കാൻ മാത്രം തയ്യാറാവുക. നിങ്ങളുടെ പ്രകാശത്തെ നിങ്ങൾ കണ്ടെത്തുക. നിങ്ങൾ ഓരോരുത്തരും ഓരോ വലിയ അത്ഭുതങ്ങളാണ് സുഹൃത്തേ. നിങ്ങൾക്ക് മാറാൻ കഴിയും എന്ന് എനിക്കുറച്ച് വിശ്വാസമുണ്ട്. മാറ്റത്തിന് നിങ്ങൾ തയ്യാറെടുക്കുക. മാറ്റത്തിന് നിങ്ങൾ തയ്യാറാണെങ്കിൽ ഞാൻ തയ്യാറാണ് എന്ന് കമൻ്റായി രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയോ ഇതുപോലെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് പങ്കുവയ്ക്കുകയോ ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ.